ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ നല്ല മഴ അല്ലേ? ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമൊക്കെ നല്ല വെയിൽ കിട്ടി. അന്ന് റെഡ് അലർട്ട് കളക്ടർ പ്രഖ്യാപിച്ച അന്ന് മുതൽ മില്ലാന്ന് വരെ നല്ല വെയിൽ തന്നെയാണ്. കുറച്ച് അരിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ നല്ലപോലെ കഴുകി ഉണക്കി അതൊക്കെ പൊടിപ്പിച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്നലെ രാത്രിയിൽ നല്ല മഴ. ഇക്ക വെട്ടാൻ പോയിട്ട് കുറച്ച് മരം വെട്ടിയിട്ടുള്ളൂ. പിന്നെ വെട്ടണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൗകര്യം പോലെ ചെയ്തോളും ഞാൻ പറഞ്ഞു കേട്ടാ. ഇപ്പോൾ നമ്മൾ വെട്ടാണ്ടാ പറഞ്ഞ് ലീവാക്കി പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂലി പോയി കിട്ടും. ചായ വെച്ചു, കുട്ടികൾക്ക് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റസ്ക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് തിന്നെ. അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 2 പഴം ഇരിക്കുന്നുണ്ട്, 2 മുറിയുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശമാവുണ്ട് ഫ്രിഡ്ജിൽ, ദോശ ഉണ്ടാക്കണം, ചട്ടനി അരയ്ക്കണം. പിന്നെ കറികൾ പറഞ്ഞാൽ ഇന്നലെ അയലച്ചമ്പാൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇന്ന് വെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ പോകണ്ടേ, പാലെടുക്കാൻ പോകണ്ടേ. അപ്പോൾ ഇന്നലെ തന്നെ ആ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കായം പരട്ടി വെച്ചു കേട്ടോ. അപ്പം മുളകൊക്കെ തേച്ച് വെച്ചു. ആ മീൻ പൊരിക്കാനേ കൊള്ളൂ, കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പൊരിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ മീൻ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പഴം പൊരിക്കട്ടെ. അപ്പോൾ അത് കഴിച്ചാൽ ഒരു നല്ലൊരു ഉഷാറൊക്കെ ആകും. അത്ര നല്ല ഹെൽത്തി ഒന്നും അല്ല കേട്ടോ രാവിലെ തന്നെ എണ്ണയിൽ പൊരിച്ചിങ്ങനെ എടുക്കുന്നത്. അത് അത്ര ഹെൽത്തി ഒന്നും അല്ല. എന്നാൽ ഞാൻ എന്നും ഇതുപോലെ പൊരിക്കലൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുള്ളൂ. പാവല്ലേ, പുറക്കത്തുനിന്നൊക്കെ എണീറ്റ് ഇങ്ങനെ വരികയല്ലേ, നല്ല തണുപ്പും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പഴം പൊരിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരാണ് എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് എന്തായാലും മറക്കാതെ ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴേ വീഡിയോ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ, സ്ഥിരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കുറച്ച് നല്ല ചങ്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഞാൻ അവരുടെ വീഡിയോ കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ എന്ന് വീഡിയോ ഇട്ടാലും അവർ വന്ന് വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അതെനിക്ക് നല്ല ഉറപ്പാണ്, നല്ല വിശ്വാസമാണ്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറേ വീഡിയോ ഒക്കെ കാണാൻ മിസ്സാകുന്നതൊക്കെ. എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയല്ലേ ഞാൻ പറയണത്, പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാചകമൊന്നുമില്ല. കുറച്ച് ചുരങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, ചുരക്കാൻ പറയും. അപ്പോൾ അതൊന്നും ഒരു ഒഴിച്ചത് കഴിക്കണം, മീൻ പൊരിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നല്ലോണം വാറാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പാലെടുക്കാൻ പോയില്ലെങ്കിൽ ഫുള്ളൊന്ന് വാറാലേക്ക് ഒന്ന് തട്ടണം. ചൂല കൊണ്ടൊക്കെ അടിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നതൊക്കെ ആവുന്നത് അടിച്ചെടുക്കണ്ട. എന്നാലും ഇവിടെ എന്താണോ പെട്ടെന്ന് ഇങ്ങനെ വാറാമല നിറയുന്നുണ്ട്. നമ്മൾ വിറകടുപ്പ് പോലും കത്തിക്കണില്ല, ഫുൾ ഗ്യാസാണ്. എന്നിട്ട് പോലും നല്ലപോലെ വാറാമലൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം പഴം പൊരിച്ചിട്ട് ചായയുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ പഴംപൊരിക്കെല്ലാം എന്താ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞതായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിസ്മി ചൊല്ലി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മൈദപ്പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം കേട്ടോ. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് കേട്ടോ. സോഡാപ്പൊടി ഇട്ടില്ല എന്നുള്ള രീതിക്കാണ്. ഇത് പഴംപൊരി അയ്യാൻകുട്ടി മാത്രം എണിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി 2 പേരും അങ്ങനെ കിടക്കുകയാണ്. അയ്യാൻകുട്ടി പോയിട്ടേ അവർ 2ആളിനെയും വിളിച്ച് വിടും. ആവിനെ ആദിലിനെയും വിളിക്ക്. പഴംപൊരി അയ്യാൻകുട്ടിക്ക് പഴംപൊരി ഇഷ്ടമാണോ? പഴംപൊരി അതായിട്ടില്ല. ഇപ്പം എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ. ഒന്ന് 2ാം മറി തിരിച്ചിടാം ഒന്നും കൂടെ. കൈയെടുക്ക്. അപ്പോൾ അത് ഫുള്ളും പഴം പൊരിച്ചിട്ട് കാണാം കേട്ടോ. എൻ്റെ ഫോണിലാണെങ്കിൽ തീരെ ചാർജും ഇല്ല. കുറച്ച് നേരം ഒന്ന് ചാർജിലെടുത്തേ. പിന്നെ ഈ മീൻ കണ്ടില്ലേ, ഇതിന് ഞങ്ങൾ കുതിരവാലി എന്നാണ് കേട്ടോ പറയുക. പച്ച കുതിരവാലി പറയും. ഓരോ ഭാഗത്ത് ഓരോ പേരില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ഇതിന് പേര് പറയുന്നതെന്ന് പറയണം കേട്ടോ.
ഇത് വാള മീനാണ് കേട്ടോ, ചിലർ തളയെന്നും പറയും അല്ലേ. വാള മീനാണ്, എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊന്ന് ചിരവട്ടെ കേട്ടോ, പുട്ടും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ചിരവി വെക്കട്ടെ. മീൻ കറിക്കും കൂടിയുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പുട്ടിനൊക്കെ പൊടിയും നനച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. മക്കളൊന്നും എണീറ്റിട്ടൊന്നുമില്ല, ഇന്ന് സ്കൂളും ഇല്ല, മദ്രസയും ഇല്ല. പിന്നെ മറ്റാളിതാ അവിടെ എണീച്ചിട്ട് അവനിക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ ഒരു ജ്യൂസ് ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു തന്നാണ്. ഒരു ചെറിയ ബീട്രൂട്ട്, വലുതാണെങ്കിൽ ഒരു മുറി ബീട്രൂട്ട് എടുക്കുള്ളൂ കേട്ടോ. ചെറിയ ബീട്രൂട്ട്, ചെറിയ കഷ്ണം കുക്കമ്പർ, ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കും. അതായത് പലഹാരം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അത് കുടിക്കട്ടോ ഞാൻ എപ്പോഴും. അപ്പോൾ അത് ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഞാൻ അരിക്കാണ്ട് തന്നെയാണ് കേട്ടോ കുടിക്കുക, അരിക്കൊന്നുമില്ല. ഇത് ഇതേപോലെ അങ്ങോട്ട് കുടിക്കുക തന്നെ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ബീട്രൂട്ട് കുക്കമ്പർ. അപ്പോൾ അങ്ങനെ രാവിലെ വെറും വയറ്റിൽ പറഞ്ഞ ഒരു ഗ്ലാസ് ചായയൊക്കെ ആദ്യം കുടിക്കട്ടോ. അപ്പോൾ അതിന് ശേഷം അതുപോലെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാനിങ്ങനെ കുടിക്കട്ടെ, മിക്കതും കുടിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഇതാ കുറച്ച് കുടംപുളി എടുത്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് മീൻ കറി വെക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുളിപ്പൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കുടംപുളി ആദ്യം തന്നെ കുറച്ച് തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെക്കും, മീൻ കറി വെക്കുമ്പോൾ മാത്രം കേട്ടോ. പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് മുറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കറി വെക്കണം, പിന്നെ ബാക്കി പൊരിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ കത്തി കുറച്ച് മൂർച്ച കുറവുണ്ട് കേട്ടോ, അതുകൊണ്ട് 2 കത്തി എടുത്തിട്ട് ഇങ്ങനെ മാറി മാറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള മീൻ നേരാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അത് നേരാക്കാൻ പറ്റും. അതിൻ്റെ വാലിൻ്റെ ആ ഭാവമൊക്കെ വേഗം ക്ലീൻ ചെയ്യാം. പിന്നെ ആ മുള്ളു പോലുള്ള അവിടെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ കഴിയും കേട്ടോ. ഇതുപോലുള്ള മീനൊക്കെ മേടിച്ച് അവിടെ ഒക്കെയാണ് കേട്ടോ അവിടെ ക്ലീൻ ചെയ്ത് തരിക. അപ്പോൾ ഇന്നലെ ആൾക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പൊക്കം മുറിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആളാകുമ്പോൾ പെട്ടെന്ന് മുറിച്ച് റെഡിയാക്കി തരും. വലിയ മീനുകൾ ഏത് കൊണ്ടുവന്നാലും പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അവർ നേരാക്കണതൊക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചതാണ്. ഇത് കണ്ടില്ല, അതിൻ്റെ സൈഡിലുള്ള ആ മുള്ളു പോലുള്ളത് ഇതേപോലെ കത്തി കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഈ മീൻ കൊടുക്കാനൊക്കെ നല്ല സുഖമാണ്, ഒരുപാട് പൊടി മുള്ളൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് പീര വെച്ചാലും കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ ഒരേപോലെ കേട്ടോ, നല്ല ടേസ്റ്റാണ് എടുത്ത് കഴിക്കാനൊക്കെ. അപ്പോൾ ഇതൊരു ചെറിയ തരം മീനാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമോ അലർജിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കൊഴുവ മത്തിയൊക്കെ പറയില്ല, അതേപോലെ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിൽ നടുവിൽ അതിന് മുട്ടയൊക്കെ കിട്ടിയിട്ട്, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് പൊരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ പിന്നെ അങ്ങനെ മുട്ടയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പാലെടുക്കാൻ പോകുമ്പോഴേക്കും ഉള്ള പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്ത് വെക്കാനാണ് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് പഴയ ചാനലൊക്കെ എന്ത് പറ്റിയെന്ന് കേട്ടോ. അപ്പോൾ അതിൽ വാച്ച് അവർ ആവുന്നില്ല കേട്ടോ. 2-3 വർഷമായി ആ ചാനലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാച്ച് അവറൊക്കെ എപ്പോഴും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് വേറെ കൂട്ടുകാരികളൊക്കെ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീണ്ടും ചാനൽ വേറെ തുടങ്ങിയത്. പക്ഷേ ഇതിലും എനിക്ക് വീഡിയോ ഒന്നും എന്നും ഇടാനൊന്നും പറ്റണമൊന്നുമില്ല. ഇപ്പോൾ ഇതും പഴയതുപോലെ ആവുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഇതുവരെയൊക്കെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ഈ വീഡിയോ എടുത്തിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ട് വളരെ വൈകിട്ടാണ് എനിക്കൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പറ്റണത്. അപ്പോൾ പുട്ടും മീൻ പൊരിച്ചതുമാണ് കേട്ടോ അന്ന്. നല്ല അടിപൊളി ചൂട് കട്ടനും ഉണ്ട്, അയിലച്ചമ്പാനാണ്. ഇപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കാനാണ് കേട്ടോ, തോരനാക്കാനാണ്. കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ട്. പിന്നെ അത് അതിനുള്ളൊരു അരപ്പാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി തേങ്ങൻ്റെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാനാണ്. അങ്ങനെ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടാണ്. അതാ മീൻ കറിയൊക്കെ ഇനി മീൻ കറിക്ക് ഒന്ന് ഉള്ളു കാച്ചി ഒഴിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ചെറിയ 2-3 കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു, അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നൊക്കെ മുറിച്ചിട്ടൊന്ന് ഒരു മെഴുക്ക് വരട്ടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പാലെടുക്കാനൊക്കെ പോയി.
അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.